भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണോ രക്ഷതു മാം ചരാചരഗുരു. കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൽ. കൃഷ്ണായ ദത്തം മനഃ. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ. കൃഷ്ണസ്യ ദാസോസ്മ്യഹം. കൃഷ്ണേ ഭക്തിരചഞ്ചലാസ്തു ഭഗവൻ. ഹേ കൃഷ്ണ തുഭ്യം നമഃ. ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 679 ദിവസം. ശ്രീമദ് ഭാഗവതത്തിലെ ദശമസ്കന്ധം 74 അധ്യായത്തിൽ 30 ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. ഭഗവാന്റെ അപാരമായ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഇത് അനസ്യൂതം സമംഗളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ അഗ്രപൂജ ഭഗവാന് സമർപ്പിച്ച ധർമ്മപുത്ര മഹാരാജാവ് ആ അഗ്രപൂജയുടെ അവസാനത്തിൽ ഭഗവാന്റെ പാദതീർത്ഥത്തെ ശിരസിൽ സ്വീകരിച്ചു. ആ പാദതീർത്ഥം എല്ലാവരും അതിനെ സ്വീകരിച്ചു. വലിയ സന്തോഷത്തോടുകൂടി നമശബ്ദം ജയശബ്ദം ഒക്കെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ആ സന്ദർഭത്തിൽ ദേവന്മാരുടെ പുഷ്പവൃഷ്ടിയുണ്ടായി. ഇതൊക്കെ കണ്ടും കേട്ടും സഹിക്കവയ്യാതെ അവിടെ നിന്ന് ചാടി എഴുന്നേൽക്കുന്ന ദമഘോഷസുതനായിരിക്കുന്ന ശിശുപാലന്റെ ഒരു രംഗത്തിലേക്കാണ്, അല്ലെങ്കിൽ ഒരു ഭാവപ്രകടനത്തിലേക്കാണ് നമ്മൾ ഇന്ന് എത്തിച്ചേരുന്നത്. ഇവിടെ ശിശുപാലൻ ഭഗവാന് നേരെ ആക്ഷേപരൂപത്തിൽ പറയുന്ന വാക്കുകളിൽ വ്യാഖ്യാതാക്കൾ അതിശ്രേഷ്ഠമായിരിക്കുന്ന ആന്തരികമായിരിക്കുന്ന സ്തുതിയുടെ അർത്ഥത്തെയും കാണിച്ചു തരുന്നു. ആ രംഗങ്ങളാണ്, ആ ശ്ലോകങ്ങളാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. ഇദ്ധം നിശമ്യതമഘോഷസുതസ്വപീഠാദുദ്ധായ കൃഷ്ണഗുണവർണ്ണനജാതമന്യു ഉൽക്ഷിപ്യ ബാഹുമിതമാഹ സദസ്യമർഷി സംശ്രാവയൻ ഭഗവതേ പരുഷാണ്യഭീത. ഇദ്ധം ദമഘോഷസുതഃ നിശമ്യ. ഇങ്ങനെ ദമഘോഷസുതനായിരിക്കുന്ന ശിശുപാലൻ ഇത് കേട്ടിട്ട് കൃഷ്ണഗുണവർണ്ണന ജാതമന്യു, ശ്രീകൃഷ്ണ ഗുണവർണ്ണനം കൊണ്ട് ജാതമായ ഉണ്ടായ കോപത്താൽ സ്വപീഠാദുദ്ധായ തൻ്റെ സിംഹാസനത്തിൽ നിന്നും എഴുന്നേറ്റ്, തൻ്റെ പീഠത്തിൽ നിന്ന് എഴുന്നേറ്റ് ബാഹു കയ്യിനെ ഉൽക്ഷിപ്യ ഉയർത്തിപ്പിടിച്ചിട്ട്
അമർഷി അഭീത, ക്രോധത്തോടും ഭീതി ഒട്ടും തന്നെ ഇല്ലാത്തവനായും ഭഗവത്തെ പരുഷാണി സംശ്രാവയൻ, ഭഗവാനായിക്കൊണ്ട് പരുഷങ്ങളെ കേൾപ്പിക്കുന്നവനായി സദസി ഇതം ആഹ, സദസ്സിൽ ഇങ്ങനെ പറഞ്ഞു എന്നാണ്. ക്രോധം കൊണ്ട് ജ്വലിക്കുകയാണ് ശിശുപാല ചേതി രാജകുമാരൻ. അവിടെ ഇതാ പറയുന്നു, തൻ്റെ പീഠത്തിൽ നിന്നും ചാടി എഴുന്നേറ്റ് രാജാവ് ശ്രീകൃഷ്ണൻ അഗ്രപൂജ ചെയ്തത് കണ്ടപ്പോ ദേഷ്യം അങ്ങോട്ട് വന്ന് ശിശുപാലൻ നോക്കൂ ശ്രീകൃഷ്ണന്റെ ഗുണഗണങ്ങളെ വർണ്ണിക്കണു തൻ്റെ മുമ്പിൽ വെച്ച്. സഹിച്ചില്ല. അവിടുന്ന് കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചു, വലതു കൈ ഉയർത്തിപ്പിടിച്ച് പരുഷമായ ഭാഷയിൽ ഒട്ടും തന്നെ ഭയമില്ലാതെ. നോക്കൂ, ശിശുപാലനും ദന്തവക്തനും ഭഗവത് പാർഷദന്മാരായ ജയവിജയന്മാരായിരുന്നു. സനകാദി യോഗീശ്വരന്മാരുടെ ശാപം കൊണ്ട് അവർക്ക് വിഷ്ണു പാർഷദ ഭാവം വിട്ട് ഭഗവാനോട് വിദ്വേഷഭാവത്തിൽ കഴിയേണ്ടി വന്നു 3 ജന്മങ്ങൾ. ആദ്യത്തേത് ദിതിയുടെയും കശ്യപന്റെയും പുത്രഭാവത്തിലായിരുന്നുവെങ്കിൽ ഹിരണ്യാക്ഷനായും ഹിരണ്യകശിപുവായും, പിന്നീട് വിശ്രവസിന്റെയും കൈകസിയുടെയും പുത്രഭാവത്തിൽ രാവണ കുംഭകർണന്മാരായി, ഇപ്പദാ ദമഘോഷസുതനായി ശിശുപാലനായും ദന്തവക്തനായും മാറിയിരിക്കുകയാണ്. അവിടെ ഭഗവാന് അഗ്രപൂജാ സ്ഥാനത്ത് ഷോഡശോപചാരം കഴിഞ്ഞതിന് ശേഷം സാംഘപൂജ കഴിയുന്നതിന് മുമ്പ് ആക്ഷേപിക്കായിരുന്നു. പക്ഷേ അവിടെ ചെയ്തില്ല. ഭഗവത് ഭക്തന്മാരായതുകൊണ്ട് അവർ പറയുന്ന വാക്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഭക്തി നിറഞ്ഞു നിൽക്കും. ഭഗവത് സന്നിധിയിലേക്ക് ചേരാൻ പറ്റിയ സമയം പ്രസന്ന പൂജ കഴിഞ്ഞിരിക്കുന്ന സമയത്താണ്. ദ്വേഷഭക്തിയാണ് ഭഗവത് സങ്കല്പം കൊണ്ട് സിദ്ധിച്ചിരിക്കുന്നത്. അങ്ങനെ ആ ഭഗവാനിലേക്ക് ലയിക്കാൻ ആഗ്രഹിക്കുന്ന ശിശുപാലന്റെ ആന്തരികമായ ആഗ്രഹത്തെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇതിനെയും ഒരു തരത്തിൽ ഭക്തിയായിട്ട് തന്നെ കാണണം എന്നാണ്. എന്താ ശിശുപാലൻ പറയണത്? ഈശോ ദുരത്യകാല ഇതി സത്യവതി ശ്രുതി വൃദ്ധാനാമപിയൽ ബുദ്ധിർ ബാലവാക്യേർ വിഭിദ്യതേ. കാലഹ, കാലം ഈശ്വരനും ദുരത്യഹ, അതിക്രമിക്കാൻ കഴിയാത്തതാണ്. എന്താണ്? ശ്രുതിവാക്യം, വേദവാക്യം. അത് സത്യവതി, സത്യമാണ്. കാരണം വൃദ്ധാനാമപി ബുദ്ധി ബാലവാക്യേ വിഭിദ്യതേ. വൃദ്ധന്മാരുടെ, ഇവിടെ നോക്കൂ, വൃദ്ധന്മാരുടെ ബുദ്ധി പോലും കുട്ടികളുടെ വാക്കുകൾ കേട്ട് അതിനെ തടസ്സപ്പെടുത്താൻ കഴിയാതെയായി പോണു. വിശേഷേണ ഭേദിക്കപ്പെടണമെന്നാണ് അവരുടെ ബുദ്ധി പോലും. കാലത്തെ ആർക്കും അതിക്രമിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് യൂയം പാത്രവിദാം ശ്രേഷ്ഠാമാമധ്വം ബാലഭാഷിതം സതസസ്പതയ സർവേ കൃഷ്ണോ യൽസമ്മതോർഹണേ. സതസസ്പതയ, സദസ്സിലുള്ള ശ്രേഷ്ഠന്മാരായിരിക്കുന്നവരെ. പാത്രവിദാം ശ്രേഷ്ഠ, പാത്രം അറിയുന്നവരിൽ ഉത്കൃഷ്ടന്മാർ, ശ്രേഷ്ഠന്മാരായ നിങ്ങൾ. സർവേ, എല്ലാവരും. കൃഷ്ണൻ അർഹണേ, സൽക്കാരത്തിൽ സമ്മതൻ. യത് ബാലഭാഷിതം മാമധ്വം, ഒരിക്കലും നിങ്ങൾ അതിനെ ഗണിക്കരുത്, അതിനെ നിങ്ങൾ സ്വീകരിക്കരുത് എന്നാണ്. കാരണം ആർക്കാണോ ദാനം ചെയ്യേണ്ടത്, ആരെയാണോ പൂജിക്കേണ്ടത്, പാത്രമനുസരിച്ച് വേണമെന്നാണ്. അങ്ങനെ പാത്രനിർണയം ചെയ്യാൻ വേണ്ട പോലെ അറിവുള്ള നിങ്ങൾ ബാലനായ കേവലം സഹദേവന്റെ വാക്കുകളല്ല നിങ്ങൾ സ്വീകരിക്കേണ്ടത്. അതാണ് നിന്ദാർത്ഥം. എന്നാൽ സദസ്യന്മാരോട് അതിൻ്റെ ആന്തരികമായിട്ടുള്ള അർത്ഥമായിട്ട് എന്താ പറയണത്? സഹദേവൻ പറഞ്ഞതുകൊണ്ട് അത് കുട്ടികൾ പറയുന്ന വാക്കാണെന്ന് കരുതി അതിനെ നിങ്ങൾ തള്ളിക്കളയരുത്. ശ്രീകൃഷ്ണൻ തന്നെയാണ് അതിന് യോഗ്യൻ എന്ന് മറ്റൊരർത്ഥം. രണ്ടും ആ സജ്ജനങ്ങളുടെ വ്യാഖ്യാനത്തിലൂടെ നമുക്ക് അറിയാൻ സാധിക്കുന്നു. തപോ വിദ്യാവ്രതധരാൻ ജ്ഞാനവിധ്വസ്തകൽമഷാൻ പരമർഷീൻ ബ്രഹ്മനിഷ്ഠാൻ ലോകപാലൈശ്ച പൂജിതാൻ സദസ്പതീനതിക്രമ്യ ഗോപാലകുലപാംസന യഥാ കാകപുരോഡാശം സപര്യാം കഥമർഹതി. തപോ വിദ്യാവ്രതധരാൻ, ഇവിടെ പറയുകയാണ് തപസ്, വിദ്യാവ്രതം എന്നിവയെ ധരിക്കുന്ന ജ്ഞാനവിധ്വസ്ത കൽമഷാൻ, ജ്ഞാനം കൊണ്ട് നശിപ്പിക്കപ്പെട്ട കൽമഷങ്ങൾ, പാപങ്ങൾ
ഇല്ലാത്തവരായിരിക്കുന്ന ബ്രഹ്മനിഷ്ഠാൻ, ബ്രഹ്മത്തിൽ സ്ഥിരമായിരിക്കുന്ന, ലോകപാലൈച പൂജിതാൻ, ലോകപാലന്മാരാലും പൂജിക്കപ്പെടുന്നവരായ പരമർഷീൻ സദസ്പതീൻ, യോഗ്യന്മാരായ ഋഷികളായ സദസ്സിലെ പ്രമാണികളെ അതിക്രമിക്കപ്പെട്ട കുലപാംസന, കുലത്തിന് കളങ്കത്തെ ജനിപ്പിക്കുന്നവനായ ഗോപൻ അല്ലെങ്കിൽ ഗോപാലൻ, കാക്കഹ പുരോടാശം യഥ, കാക്ക യാഗഭാഗത്തെ എന്നതുപോലെ സപര്യാം കഥം അർഹതി, ഈ പൂജയെ എങ്ങനെ അർഹിക്കുന്നു അല്ലെങ്കിൽ സ്വീകരിക്കുന്നു. ഇത് തപസ്, പഠിപ്പ്, വ്രതമൊക്കെയുള്ള ആളുകളാണ് നിങ്ങൾ. പരിശുദ്ധ ജ്ഞാനം കൊണ്ട് എല്ലാ പാപങ്ങളും കഴുകിക്കളഞ്ഞ ആളുകളാണ് നിങ്ങൾ. അങ്ങനെയുള്ള ആളുകൾ ബ്രഹ്മത്തെ സാക്ഷാത്കരിച്ച് അതിൽ നിന്ന് തെറ്റാതെ ഇരിക്കുന്ന ഋഷീശ്വരന്മാരായ സദസ്യരെ ഉപേക്ഷിച്ച് നിങ്ങൾ ഈ കുലധർമ്മത്തിന് വിരുദ്ധമായി നടക്കുന്ന ശ്രീകൃഷ്ണനെ പൂജിക്കുക എന്ന് പറഞ്ഞാൽ കാക്കയ്ക്ക് യജ്ഞഭാഗം കൊടുക്കുന്നതിന് തുല്യമാണ്. ഈ പ്രവൃത്തി ഒട്ടും തന്നെ യോഗ്യമല്ല എന്ന് നിന്ദാർത്ഥം. എന്നാൽ അതിൻ്റെ സ്തുത്യർത്ഥം എന്താണ്? ഗോപാല, ഗോപാലൻ എന്ന് പറഞ്ഞാൽ ഗോശബ്ദത്തിന് ഭൂമി, വേദം, സ്വർഗം, പശു, ഇങ്ങനെ പല അർത്ഥങ്ങളുണ്ട്. അപ്പൊ ലോകത്തെയും സകല ജീവജാലങ്ങളെയും വേദോക്ത കർമ്മങ്ങളെയൊക്കെ പരിപാലിക്കുന്നവനാണ് ഭഗവാൻ. കുലപാംസനൻ എന്ന് പറഞ്ഞാലോ കുൽസിതങ്ങളായ കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നു. അങ്ങനെയുള്ള ആളുകൾ പാഖണ്ഡന്മാര്, അവരെ അംസത്തെ നശിപ്പിക്കുന്നു. വേദവിപരീത കർമ്മം ചെയ്യുന്ന പാഖണ്ഡന്മാരെ നശിപ്പിക്കുന്നവൻ ആരോ അവൻ കുലപാംസകൻ. ഏതുപോലെ യഥാകാക, യഥാകാക എന്നുള്ളത് ഒരുമിച്ച് വായിക്കുമ്പോൾ യഥാകാക എന്ന് വരും. കം സുഖം അകം ദുഃഖം, കാകങ്ങൾ സുഖദുഃഖങ്ങൾ രണ്ടുമില്ലാത്തവൻ അകാകൻ എന്ന അർത്ഥം വരും. അപ്പൊ സർവകാമങ്ങളും സാധിച്ച് പരമസംതൃപ്തിയായിരിക്കുന്നവൻ ആപ്തകാമനായ ഭഗവാൻ. ഭഗവാന് കേവലം ഈ യജ്ഞഭാഗം, പുരോടാശത്തെ എല്ലാം അർഹിക്കുന്നത്, പിന്നെയോ എല്ലാം ഭഗവാന് കൊടുക്കേണ്ടതാണെന്നാണ്. ഈ ശ്രീകൃഷ്ണന് മറ്റുള്ളവർക്ക് പൂജ സമർപ്പിക്കുന്നത് പോലെ പോരാ, മറിച്ച് ആത്മസമർപ്പണം ചെയ്യണം എന്നാണ്. അതുകൊണ്ട് പുരോടാശാദി പദാർത്ഥങ്ങളെയെല്ലാം എന്നെ തന്നെ ഞാൻ ആ പരമാത്മാവിൽ ഹോമിക്കാൻ ആഗ്രഹിക്കുന്നു, ഒരുങ്ങി നിൽക്കുകയാണ് ഭഗവാനിലേക്ക് ലയിച്ചു ചേരാൻ. നിങ്ങളെല്ലാവരും എന്നെ അനുഗ്രഹിക്കണേ എന്ന് ആന്തരികമായിട്ടുള്ള അർത്ഥം. അപ്പോ ശിശുപാലമുഖത്തിൽ നിന്ന് വന്നിരിക്കുന്ന ശിശുപാല ഭക്തി അത് ദ്വേഷഭക്തിയാണ് എന്ന് മാത്രമേ ഉള്ളൂ. ഭഗവാനിലേക്ക് ലയിക്കുക, അതാണ് പരമ പദപ്രാപ്തി എന്നറിഞ്ഞിട്ടുള്ള ശിശുപാലൻ. പിന്നെ ഭഗവാനെ കുറിച്ച് എന്താ പറഞ്ഞത്? വർണ്ണാശ്രമകുലാപേത സർവധർമ്മ ബഹിഷ്കൃത സ്വൈരവർത്തി ഗുണൈർഹീന സപര്യാം കഥമർഹതി. വർണ്ണാശ്രമകുലാപേത, വർണ്ണം, ആശ്രമം, കുലം ഇവയോടുകൂടാത്തവൻ. സർവധർമ്മ ബഹിഷ്കൃത, എല്ലാ ധർമ്മങ്ങളെയും ഉപേക്ഷിച്ചവൻ. സ്വൈരവർത്തി, ഇഷ്ടം പോലെ നടക്കുന്നവൻ. ഗുണൈർഹീന, ഗുണങ്ങളോട് കൂടാത്തവൻ. സപര്യാം കഥം അർഹതി, അവൻ എങ്ങനെയാണ് പൂജ ചെയ്യുന്നത്? ഇങ്ങനെയുള്ള ആളുകൾക്കാണോ പൂജ ചെയ്യുന്നത് എന്നാണ്. ജാതിയോ ആശ്രമമോ കുലമോ ഇല്ലേവൻ. ഇവൻ ബ്രാഹ്മണനാണെന്നോ അല്ലെങ്കിൽ സന്യാസിയാണെന്നോ ഏതെങ്കിലും ഒരു ആശ്രമം അല്ലെങ്കിൽ ഇന്ന കുലത്തിൽപ്പെട്ട ആള്, ഇതൊന്നുമില്ല. ഇഷ്ടം പോലെ നടക്കും, ധർമാനുഷ്ഠാനങ്ങളില്ല, യാതൊരു ഗുണങ്ങളും ഇല്ല. ഇങ്ങനെയുള്ള കൃഷ്ണന് പൂജ എങ്ങനെയാണ് എന്നാണെങ്കിൽ ഇവിടെ ഭഗവാൻ അനാമഗോത്രം ആണ്, നാമം ഇല്ലാത്തവൻ. അതുകൊണ്ട് ഭഗവാൻ നാമരൂപാതിരഹിതനാണ്. പിന്നെ നമുക്ക് വേണ്ടിയാണ് ഭഗവാൻ ലീലകളും രൂപങ്ങളും സ്വീകരിക്കുന്നത്. വർണ്ണാശ്രമ ഗോത്രാദികൾ സാധാരണക്കാർക്കുള്ളതുപോലെ ഭഗവാനില്ല. ഇതാണ് സ്തുതിയുടെ അർത്ഥം. ആത്മാരാമനായ ഭഗവാന് നിർവഹിക്കേണ്ടതായിട്ടുള്ള ധർമാധർമ്മങ്ങളും ഇല്ല. എല്ലാം ഭഗവാന്, സകല ധർമ്മങ്ങളിൽ നിന്നും ഉയർന്നവനാണ് ഭഗവാൻ. എല്ലാത്തിൻ്റെയും നിയന്താവാണ് ഭഗവാൻ. അതുകൊണ്ട് സ്വൈരവർത്തി എന്ന് പറഞ്ഞതും ശരിയാണ്. ആർക്കും ഭഗവാനെ നിയന്ത്രിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇഷ്ടം പോലെ നടക്കുന്നവൻ, സ്വതന്ത്രൻ, സത്വരജസ്തമോ ഗുണങ്ങളെ അതിക്രമിച്ചവൻ. നിർഗുണൻ എന്ന് പറഞ്ഞത് ഗുണാതീതൻ ആണ് ഭഗവാൻ. ഗുണഹീനൻ, നിർഗുണൻ,
അങ്ങനെ സർവേശ്വരനായിരിക്കുന്ന ശ്രീകൃഷ്ണനെ സാധാരണക്കാരെ പോലെ നിങ്ങൾ കണ്ട് പൂജിക്കുകയാണോ? സാധാരണ ജീവന്മാർ പൂജാർഹരായിരിക്കെ ശ്രീകൃഷ്ണനെ അതുപോലെ പൂജിച്ചാൽ പോരാ. നാമരൂപാതിരഹിതനെ പദാർത്ഥങ്ങൾ കൊണ്ട് പൂജിക്കാൻ സാധിക്കില്ല. അവനിലേക്ക് പൂജ എന്ന് പറയുന്നത് എന്താ? ആത്മസമർപ്പണമാണ്. ആ ഭഗവാനിലേക്ക് ലയിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് ഈ ഭൗതികമായ ദേഹാഭിമാനത്തെ ഉപേക്ഷിച്ച് ആത്മാരാമന്മാരായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഭഗവാനെ കാണാനും ഭഗവാനെ അനുഭവിക്കാനും സാധിക്കുള്ളൂ. നിരതിശയമായ ആനന്ദ സ്വരൂപത്തിലേക്ക് ഹോമിക്കണം. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള സകല പാപങ്ങളും ഭസ്മമായിട്ട് തീരും. അതിന് ഞാനിതാ തയ്യാറായി നിൽക്കുകയാണ് എന്നാണ് ഇതിൻ്റെ ആന്തരികമായിട്ടുള്ള അർത്ഥം. പിന്നെ പറഞ്ഞു, യയാതിനൈഷാം ഹി കുലം ശബ്ദം സദ്ഭിർബഹിഷ്കൃതം വൃഥാപാനരതം ശശ്വൽ സപര്യാം കഥമർഹതി. അടുത്ത ചോദ്യം, യേഷാം കുലം, ഇവരുടെ ഈ ശ്രീകൃഷ്ണന്റെ കുലമുണ്ടല്ലോ, യയാതിനാ ശബ്ദം, യയാതിയാൽ ശപിക്കപ്പെട്ടതാണ്, സദ്ഭി ബഹിഷ്കൃതം, സജ്ജനങ്ങൾ ബഹിഷ്കരിച്ചതാണ്, വൃഥാപാനരതം, വൃഥാ മദ്യപാനത്തിൽ താല്പര്യമുള്ള ആളുകൾ, ശശ്വൽ സപര്യാം കഥം അർഹതി, എല്ലായ്പ്പോഴും എങ്ങനെയാണ് ഇവർക്ക് പൂജ നടത്തുന്നത്? സജ്ജനങ്ങൾ ഇവരെ ഒന്നിലും ചേർക്കാതെ മാറ്റി നിർത്തിയേക്കാണ്. യയാതിയുടെ ശാപം കൊണ്ട് ഇവർക്ക് രാജ്യാധികാരമില്ലാതെയായിരിക്കണം. ഇവരുടെ പ്രധാനപ്പെട്ട ഇഷ്ടവിനോദം എന്താ? മദ്യപാനം എന്നാണ്. ഇങ്ങനെ ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ശ്രീകൃഷ്ണനെ എങ്ങനെയാ പൂജിക്കുക? ഇവിടെ യദുവംശത്തിന്റെ മാഹാത്മ്യത്തെ മറ്റൊരു തരത്തിൽ പറയുകയാണ്. യദുവംശത്തെ വർണ്ണിക്കാൻ എന്നെ പോലൊരു സാധാരണക്കാരന് സാധിക്കുമോ എന്നാണ് അത്ര ആന്തരികമായിട്ടുള്ള അർത്ഥം. കാരണം ഇവിടെ യയാതി ശപിച്ചുവെങ്കിലും സജ്ജനങ്ങൾ ഇവരെ ആദരിക്കാതിരിക്കുന്നുണ്ടോ? ഇല്ല. കാരണം ആ പ്രായശ്ചിത്താദി കർമ്മങ്ങൾ കൊണ്ട് ആ ശാപം ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെ നശിപ്പിച്ചു എന്ന് മാത്രമല്ല, ഭഗവാൻ ആ കുലത്തിൽ വന്ന് പിറന്നതോടുകൂടി ആ കുലം ഏറ്റവും ശ്രേഷ്ഠമായി തീർന്നു. ഭൂപാലനത്തിൽ ആസക്ത ചിത്തന്മാര്, അതുകൊണ്ട് ആ കുലത്തിൽ ഭൂഭാരം തീർക്കാനായി ഭഗവാൻ സ്വേച്ഛയാ സ്വരൂപം ധരിച്ചിരിക്കുന്ന ഒരു പരമാത്മാവാണ്. ശ്രീകൃഷ്ണൻ ഞങ്ങളെപ്പോലെ വൃഥാ മദ്യപാനരതന്മാരല്ല എന്ന് മറ്റൊരർത്ഥം. അങ്ങനെയുള്ള ഈ യദുക്കളെ, ആ യദുക്കളെ പൂജിക്കുമ്പോൾ പോലും ശ്രദ്ധിക്കണമെന്നാണ്. അതിൽ തന്നെ വിശേഷേണ യദുവംശ തിലകമായിരിക്കുന്ന ശ്രീകൃഷ്ണനെ ഇത്രയും പോരാ, ഇങ്ങനെ പൂജിച്ചാ പോരാ എന്ന് അവിടെ ആന്തരികമായി ഉൾപ്പെടുത്തിയിരിക്കുന്നു. ബ്രഹ്മർഷി സേവിതാൻ ദേശാൻ ഹിത്വൈതേ ബ്രഹ്മവർച്ചസം സമുദ്രം ദുർഗമാശ്രിത്യ ബാധന്തേ ദസ്യവ പ്രജാ. ബ്രഹ്മർഷി സേവിതാൻ ദേശാൻ ഹിത്വ, ബ്രഹ്മർഷികൾ സേവിക്കുന്ന ദേശങ്ങളെ ഉപേക്ഷിച്ച് ഏതേ ദസ്യവ, ഈ കള്ളന്മാർ, അബ്രഹ്മവർച്ചസം സമുദ്രം ദുർഗം, ബ്രഹ്മതേജസ്സില്ലാത്ത സമുദ്രദുർഗത്തെ ആശ്രയിച്ച് പ്രജാ ബാധന്തെ, പ്രജകളെ ഉപദ്രവിക്കുകയാണ്. വേദശബ്ദം കേൾക്കാത്ത ദുർഗമായ സമുദ്രത്തിന്റെ നടുവിൽ പോയി താമസിക്കുന്നു, പ്രജകളെ ദ്രോഹിക്കുന്നു. അബ്രഹ്മവർച്ചസം നേരെ തിരിച്ചാണെങ്കിലോ, വേദവിരുദ്ധ കർമാചരണത്തോടു കൂടിയത് അദസ്യവ, ശത്രുക്കളോട് കൂടാത്തവൻ, സമുദ്രം മുദ്രയോട് കൂടിയത്, മുദ്ര എന്ന് പറഞ്ഞ അടയാളം, ദുർഗം അറിയാൻ കഴിയാത്തത്. ഇങ്ങനെ വരുമ്പോ സ്തുത്യർത്ഥം കിട്ടും. അവിടെ യാദവന്മാര് കേവല രാജാക്കന്മാരെ പോലെ ദുഷ്ടനിഗ്രഹത്തിന് പോലും മറ്റ് ദേശങ്ങളെ ആശ്രയിക്കുന്നവരല്ല. ബ്രഹ്മർഷികൾ സേവിക്കുന്ന ദേശങ്ങളെ മാത്രം ആശ്രയിക്കുന്നവരാണ്. വേദവിരുദ്ധ കർമ്മങ്ങൾ ആചരിക്കുന്ന പാഖണ്ഡന്മാർ മര്യാദക്കാരുടെ പ്രജകളുടെ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിലും അവരെ തിരിഞ്ഞുപിടിച്ച് രാജ്യത്ത് നിന്ന് ഓടിക്കുന്ന യാദവന്മാർക്ക് തുല്യൻ വേറെ ആരാണുള്ളത് എന്നാണ്. അവരിൽ പ്രധാനിയായിട്ടുള്ള ശ്രീകൃഷ്ണനെ വെറുതെ സാമാന്യനെ എല്ലാവരെയും പൂജിക്കുന്ന പോലെ പൂജിച്ചാൽ പോരാ, വിശേഷേണ ഭഗവാനെ പൂജിക്കണം എന്നും അവിടെ കാണിക്കുന്നു. ഏവമാദിന്യഭദ്രാണി ബഭാഷേ നഷ്ടമംഗള നോവാച കിഞ്ചിൽ ഭഗവാൻ യഥാ സിംഹശിവാരുതം. ഏവം ആദീനി, ഇങ്ങനെയുള്ള അഭദ്രാണി, നഷ്ടമംഗള ബഭാഷേ, അമംഗളങ്ങളെ നഷ്ടമായ മംഗളത്തോടു കൂടി പറഞ്ഞ
ആ ശിശുപാലന്റെ വാക്ക് കേട്ട് ശിവാരുതം സിംഹ യഥ, കുറുക്കൻ അവിടെ നിന്ന് ഓലിയിട്ടുകൊണ്ട് സിംഹത്തിന് എന്തെങ്കിലും കുലുക്കുണ്ടാവും, അതുപോലെ ശ്രീകൃഷ്ണൻ കിഞ്ചിൽ ന ഉവാച, തിരിച്ച് ഒന്നും പറഞ്ഞില്ല. കുറുക്കൻ അവിടെ നിന്ന് ഓലിയിടും, അതുകൊണ്ട് ആ ഓരിയിടുന്നതിൽ നമുക്ക് യാതൊരു കാര്യമില്ല എന്ന് സിംഹരാജൻ എങ്ങനെയാണ് ഇരിക്കുന്നത് അതേപോലെ അഭദ്രാണി അനഷ്ടമംഗള ഏവമാദിന്യ അഭദ്രാണി ബഭാഷയ നഷ്ടമംഗള. അങ്ങനെ വരുമ്പോഴോ ശിശുപാലൻ ഭഗവാന്റെ പാർശ്വത പ്രവരനാണ്. അവന്റെ മാഹാത്മ്യം നശിച്ചിട്ടില്ല, ഒരു രൂപം കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. അസ്പഷ്ടമായി അവനിൽ തന്നെ ലയിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിന്ദാരൂപേണ പറഞ്ഞ വാക്കുകൾ ഒക്കെ മംഗളകരമായി മാറി. ഇത് കേട്ടപ്പോ നൃസിംഹമൂർത്തിയായിരിക്കുന്ന ഭഗവാൻ, ഇപ്പോ നരനായ ഹരിയായി അവതരിച്ച ഭഗവാൻ പാർശ്വതപ്രവരനായിരിക്കുന്ന അവന്റെ വാക്കുകളെ കേട്ട് ഗാംഭീര്യം കൊണ്ട് മിണ്ടാതിരുന്നു. നീയെ എന്നിൽ ലയിച്ചോളൂ എന്ന് ഭഗവാൻ തൻ്റെ ഭക്തന് പാർശ്വതന് പറയാതെ ഉറപ്പ് കൊടുത്തു, സമ്മതം കൊടുത്തു എന്നാണ്. ബാഹ്യരൂപേണ സാധാരണ ആളുകൾക്ക് നിന്ദ, ഉള്ളിൻ്റെ ഉള്ളിൽ സ്തുതി. അതുകൊണ്ട് നിന്ദാസ്തുതി എന്ന് പറയുന്നു. പദങ്ങൾ ശിശുബ്രഹ്മർഷി അതിനനുസരിച്ച് അതിന് യോജിച്ച തരത്തിലാണ് അവിടെ ചേർത്ത് വെച്ചിട്ടുള്ളത്. ഈ ഭഗവാനെ കുറിച്ച് നിന്ദിക്കണ കേട്ടപ്പോഴോ ഭഗവൻ നിന്ദനം ശ്രുത്വ ദുസ്സഹം തത് സഭാസദ കർണൗ പിധായ നിർജഗ്മു ശപന്തശ്ചേദിപം രുഷാ. ഭഗവൻ നിന്ദനം ദുസ്സഹം തത് സഭാസദാ ശ്രുത്വ, ഭഗവാനെ നിന്ദിക്കുന്ന, സഹിക്കാൻ പ്രയാസമുള്ള അതിനെ സഭയിലുള്ള ആളുകൾ കേട്ടിട്ട് കർണൗ പിധായ രുഷാം ചേദിപം ശപന്ത നിർജഗ്മു, ആ ചെവി പൊത്തി ചേതി രാജാവായിരിക്കുന്ന ശിശുപാലനെ ശപിച്ചിട്ട് അവിടുന്ന് എഴുന്നേറ്റു പോയി എന്നാണ്. ഇവിടെ ഭഗവാന്റെ നിന്ദാരൂപത്തെ മാത്രമേ കേട്ടുള്ളൂ. ഈശ്വരനെ നിന്ദിക്കുന്നത് കേൾക്കാൻ അവർക്ക് സാധിക്കില്ല. അത്രയൊന്നും അവർ ചിന്തിച്ചില്ല. അതിൻ്റെ ഉള്ളിൽ ഒരു സ്തുതിയുടെ അർത്ഥമുണ്ട് എന്ന് അവർക്ക് തോന്നിയില്ല. അവര് ചെവിയും പൊത്തി ആ ശിശുപാലനെ ശപിച്ചും കൊണ്ട് സഭയിൽ നിന്ന് എഴുന്നേറ്റ് പോയി. ഭഗവാനെ കുറിച്ച് നിന്ദിക്കുന്നത് കേട്ടിരിക്കുന്നത് പോലും പാപമാണ്. ഭഗവാനെ കുറിച്ച് നല്ലത് കേൾക്കുന്നത് പുണ്യമാണെങ്കിൽ ഭഗവാനെ കുറിച്ച് ദോഷം പറയുന്നത് കേൾക്കുന്നത് പോലും പാപമാണ്. അവരെഴുന്നേറ്റ് പോയി. നിന്ദാം ഭഗവത ശൃണ്വൻ തൽപരസ്യ ജനസ്യ വാ തതോ നാപൈതി യസ്സോപി യാത്യഥ സുകൃതാച്യുതാം. ഭഗവാന്റെയോ ഭഗവാനിൽ താല്പര്യമുള്ള ജനങ്ങളുടെയോ നിന്ദാം ശൃണ്വൻ, നിന്ദയെ കേൾക്കുന്നവനായി ആരാണോ അവിടെ നിന്ന് ന അപൈതി, അവിടുന്ന് പോവാത്തത്, സാപി അവനും സുകൃതത്തിൽ നിന്ന് ച്യുതമായി ഭ്രംശിച്ചവനായി അധയാതി അധോഗതിയായി എന്നാണ്. സഭയിൽ നിന്ന് പോയത് നന്നായി. ഭഗവാനെയോ ഭഗവത് ഭക്തന്മാരെയോ നിന്ദിക്കുന്നത് കേൾക്കാൻ ഇടവന്നാൽ തന്നെ അവർക്ക് അധോഗതിയാണ്. ഒന്നുകിൽ സതീദേവിയുടെ കഥയിൽ ദക്ഷയാഗത്തിൽ പറയുന്നുണ്ട്, ഒന്നുകിൽ ചെവി പൊത്തണം, അത് കേൾക്കാൻ പാടില്ല, അല്ലെങ്കിൽ അവിടുന്ന് പോകണം, അതുമല്ലെങ്കിൽ ശക്തി കൊണ്ട് ആ പറയുന്നവന്റെ നാവ് എരിഞ്ഞു വീഴ്ത്തണം. എന്നാൽ അവിടെ നിൽക്കുന്ന ആളുകളോ അവർ നരക ദുഃഖത്തെ അനുഭവിക്കേണ്ടി വരും. ശിശുപാലന്റെ നേർക്ക് എതിർക്കാൻ ശക്തിയില്ലാത്ത സഭാവാസികൾ അവിടുന്ന് സഭ വിട്ട് പുറത്തേക്ക് പോയി എന്നും പറയുന്നു. തത പാണ്ഡുസുതാ ക്രുദ്ധ മത്സ്യ കൈകയ സൃഞ്ജയ ഉദായുധ സമുത്ഥസ്ഥു ശിശുപാല ജിഘാംസവ. ദേഷ്യം വന്ന ക്രുദ്ധ പാണ്ഡുസുതാഹ, പാണ്ഡവന്മാരും മത്സ്യ കൈകയ സൃഞ്ജയൻ രാജാക്കന്മാരും അതേപോലെ ശിശുപാലനെ കൊല്ലാൻ ആഗ്രഹമുള്ളവരായി അവരൊക്കെ ഉദായുധ സമുദ്ധസ്തു, വാളും ഒക്കെ എടുത്ത് ആയുധങ്ങൾ കയ്യിലെടുത്ത് ശിശുപാലനെ കൊല്ലാനായിട്ട് വരും. ഈ സമയത്തോ തതശ്ചൈദ്യസ്ത്വ സംഭ്രാന്തോ ജഗൃഹേ ഖഡ്ഗചർമ്മണി ഭത്സയൻ കൃഷ്ണപക്ഷീയാൻ രാജ്ഞസ്തദസി ഭാരത. അങ്ങനെ ശിശുപാലനോ അസംഭ്രാന്ത, പരിഭ്രമമില്ലാതെ, അല്ലയോ പരീക്ഷിത്തെ, കൃഷ്ണപക്ഷീയാൻ രാജ്ഞാ സദസി ഭത്സയൻ, കൃഷ്ണന്റെ പക്ഷത്തിലുള്ള രാജാക്കന്മാരെ മുഴുവൻ ഭത്സിച്ചിട്ട് ഖഡ്ഗചർമ്മണി, ഖഡ്ഗവും ചർമ്മവും വാളും പരിചയമെടുത്ത് യുദ്ധത്തിനായിട്ട് തയ്യാറാവുന്നു. ഈ സമയത്ത് ഭഗവാനോ
താവദുദ്ധായ ഭഗവാൻ സ്വാൻ നിവാര്യ സ്വയം രുഷാ ശിര ക്ഷുരാന്തചക്രേണ ജഹാരാപതതോരിപോ. ഭഗവാൻ അവിടുന്ന് ഭക്തന്മാരിൽ വാത്സല്യമുള്ള ഭക്തവത്സലനായ ഭക്തപാരിജാതമായ ഭഗവാൻ സ്വാൻ നിവാര്യ തൻ്റെ പക്ഷത്തുള്ള ആളുകളെ തടഞ്ഞിട്ട് രുഷ ദേഷ്യത്തോടുകൂടി സ്വയം ആപതതഃ താൻ തന്നെ നേരിട്ട് വരുന്നു എന്ന രീതിയിൽ ശത്രുവിൻ്റെ ശിരസിനെ ക്ഷുരാന്ത ചക്രേണ ജഹാര മൂർച്ചയുള്ള ചക്രം കൊണ്ട് ഹരിച്ചു എന്ന് പറയുകയാണ്. ഇപ്പം ശിശുപാലൻ തൻ്റെ പാർശ്വതനാണ്. അങ്ങനെയുള്ള ശിശുപാലന് തന്നോളം ശക്തി ഉണ്ടാവും. ഇപ്പം തൻ്റെ പക്ഷത്തുള്ള രാജാക്കന്മാരെ ഒക്കെ സംഹരിക്കാൻ അവന് ശക്തി ഉണ്ടാവും. അതുകൊണ്ട് വേണ്ട, സനകാദി മഹർഷിമാരുടെ ശാപം കൊണ്ട് 3 ജന്മം എടുക്കേണ്ടി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ആദ്യം ഹിരണ്യാക്ഷനെ വരാഹമൂർത്തിയായും ഹിരണ്യകശിപുവിനെ നരസിംഹമൂർത്തിയായും രാവണ കുംഭകർണന്മാരെ ശ്രീരാമനായും അവതരിച്ച് സംഹരിച്ചു. ഇപ്പതാ 3ാമത്തെ ജന്മത്തിൽ ശിശുപാലനായി വന്നിരിക്കുന്നു. 3 ജന്മം കഴിഞ്ഞാൽ മോക്ഷം എന്നാണ്. അപ്പോൾ പാണ്ഡവാദികളെ മുഴുവൻ വിലക്കി. എന്തിനാ? തൻ്റെ കൈ കൊണ്ട് മരണം വേണം. ശിശുപാലന്റെ ശിരസ് ചക്രം കൊണ്ട് മുറിച്ചിട്ടു എന്നും പറയുന്നു. ഏതായാലും പാർശ്വതന്മാരായ ജയവിജയന്മാർ തൻ്റെ എതിരാളികളായി വരണം എന്ന ഭഗവാന്റെ ഇച്ഛ കൊണ്ടാണ് ഇത്തരത്തിൽ ദ്വേഷഭക്തിയുടെ പ്രതീകങ്ങളായി അവർ വന്നത്. അങ്ങനെയുള്ള ആ ശിശുപാലനെ നിഗ്രഹിച്ചു എന്ന രംഗത്തോടു കൂടി നമ്മൾ ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിയിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം.
മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ.
ഓം ശാന്തി 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 ഹരി ഓം.